ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൊല്യൂഷന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1-ൽ നമ്മൾ എന്താണ് ഡിസൊല്യൂഷൻ എന്നും അതുപോലെ തന്നെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷനും പഠിച്ചിരുന്നു അല്ലേ. പിന്നീട് നമ്മൾ 3 അക്കൗണ്ടിനെ പറ്റിയിട്ട് പറഞ്ഞു. ഡിസൊല്യൂഷന്റെ സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കേണ്ട 3 അക്കൗണ്ടുകളെ പറ്റിയിട്ടും പറഞ്ഞതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ജേർണൽ എൻട്രീസും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ. എന്താണ്? ഡിസൊല്യൂഷന്റെ സമയത്ത് നമ്മൾ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. എന്താണ്? ഫേം. നമ്മൾ 2 തരം ഡിസൊല്യൂഷൻ പറഞ്ഞു. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നേഴ്സും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കാര്യമാണ്. എന്താണ്? ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആകുമ്പോൾ ദ ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂഡ്. എന്താണ്? ബിസിനസ് എന്ത് ചെയ്യും? ഡിസ്കണ്ടിന്യൂ ആവും, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യും അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫേം ആണ് ഡിസൊല്യൂഷനിലേക്ക് വരുന്നത് എങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാണ്? അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഫേം ഹാസ് ടു സെറ്റിൽസ് ഇറ്റ്സ് അക്കൗണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ബിസിനസ്സിന് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേം എന്ത് ചെയ്യണം? അക്കൗണ്ട്സുകളെല്ലാം സെറ്റിൽ ചെയ്യണം. അക്കൗണ്ട്സുകളെല്ലാം സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസിന്റെ അസറ്റുകളൊക്കെ വിറ്റ് ലയബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം. സെറ്റിൽസ് ഇറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് നടക്കുന്നത് എങ്കിൽ നമ്മുടെ ബിസിനസ് ഇനി ഉണ്ടാകില്ല, അതെന്ത് ചെയ്യാണ്? ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റീസും നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഫോർ ദ പർപ്പസ് ഇറ്റ് ഹാസ് ടു ഡിസ്പോസ് ഇറ്റ്സ് അസറ്റ്സ്, പേ ഓഫ് ദ ലയബിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനി അവൈലബിൾ ക്യാഷ് ബാലൻസ് ടു പാർട്ട്നേഴ്സ്. എന്താണ്? ഇതിനു വേണ്ടിയിട്ട് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പോസ് ഇറ്റ്സ് അസറ്റ്. അസറ്റുകളൊക്കെ വിൽക്കണം. നമ്മുടെ ബിസിനസ്സിന് ഏതൊക്കെ അസറ്റുകളാണോ ഉള്ളത് ആ അസറ്റുകളൊക്കെ വിൽക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? പേ ഓഫ് ദി ലയബിലിറ്റീസ്. എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിനകത്ത് ഉണ്ടായിരിക്കുന്ന ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തു തീർക്കണം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനി അവൈലബിൾ ക്യാഷ് ബാലൻസ് ടു പാർട്ട്നേഴ്സ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബാലൻസ് ക്യാഷ് ഇരിപ്പുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ട്സ് സെറ്റിൽമെന്റുമായിട്ട് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അസറ്റുകൾ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക. അതിനുശേഷം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുക. അങ്ങനെ പേ ഓഫ് ചെയ്തതിന് ശേഷവും നമുക്ക് ക്യാഷ് ബാലൻസ് ഉണ്ട് എങ്കിൽ ആ ക്യാഷ് ബാലൻസ് ആർക്ക് കൊടുക്കുക? നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ ഫേമിന്റെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇൻ സെറ്റിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് ഡിസൊല്യൂഷൻ ദ ഫോളോയിങ് റൂൾസ് ആസ് പെർ സെക്ഷൻ 48, 49 ആൻഡ് 55. സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 48, 49 ആൻഡ് 55 ഓഫ് ദി പാർട്ണർഷിപ്പ് ആക്ട് സബ്ജക്ട് ടു പാർട്ട്നേഴ്സ് എഗ്രിമെന്റ് ആർ ടു ബി ഒബ്സർവ്ഡ്. എന്താണ്? നമ്മുടെ സെക്ഷൻ, നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 48, 49 അതുപോലെ തന്നെ 55 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് താഴെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. അത് നമ്മുടെ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ അക്കൗണ്ടുകൾ എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. ആദ്യം തന്നെ നമുക്കറിയാം, ലോസ് ടു ബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ്ലി ബൈ ദി പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താണ്? ലോസ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ എവിടെ നിന്ന് കൊടുക്കുക? പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ലോസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കാം. അതിനും ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ ബിസിനസ് ലോസ് ആയിരുന്നു നടന്നത്, അല്ലെങ്കിൽ ലോസ് ആണ് ഉണ്ടായത്. അങ്ങനെ ലോസ് ഉണ്ടാവുകയാണ്, റീവാലുവേഷൻ ലോസ് ആണ് വന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമുക്കുണ്ടായിരുന്ന പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക. എന്നിട്ടും തികഞ്ഞില്ല എങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കുക. എന്നിട്ടും തികഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന്റെ ഇൻഡിവിജ്വലി ആയിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുക? ഈ ലോസ് പേ ചെയ്യുക. അപ്പൊ ലോസ് ടു ബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ്ലി പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദി അസറ്റ് ഓഫ് ദി ഫേം ഷാൽ ബി അപ്ലൈഡ് ഇൻ ദി ഫോളോയിങ് ഓർഡർ. എന്താണ്? ഇനി നമ്മുടെ ബിസിനസിന്റെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? അസറ്റുകൾ റിയലൈസ് ചെയ്ത് നമുക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. ആ കിട്ടുന്ന പൈസ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? അസറ്റ് വിറ്റ് നമ്മൾ എന്താക്കുന്നു? പൈസയാക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പേയിങ് ദി എക്സ്പെൻസസ് ഫോർ റിയലൈസിങ് ദ അസറ്റ് ആൻഡ് കളക്ടിങ് ഡെറ്റ്. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ പേ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ അസറ്റ് വിൽക്കുന്നതും അതുപോലെ തന്നെ ഡെറ്റ് കളക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും അല്ലെ. അതിന് നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അസറ്റുകൾ വിറ്റ് ആദ്യം പൈസ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടത് ഏതാണ്? റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പേയിങ് ദി ഡെറ്റ് ഓഫ് ദി ഫേം ടു തേർഡ് പാർട്ടി. എന്താണ്? നമ്മുടെ ഫേമിന് തേർഡ് പാർട്ടിക്ക് കൊടുക്കാനുള്ള ഡെറ്റുകളൊക്കെ കൊടുക്കുക. അപ്പൊ ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ ഫേം ഏതൊക്കെ തേർഡ് പാർട്ടിക്കാണോ ലൈബിലിറ്റീസ് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ തേർഡ് പാർട്ടിക്കാണോ എമൗണ്ട് കൊടുക്കാനുള്ളത് അതാണ് പേ ചെയ്യേണ്ടത്. അതിന്റെ എക്സാമ്പിൾ ആണ് ക്രെഡിറ്റേഴ്സ്, ലോണ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, അഡ്വാൻസ് ഫ്രം പാർട്ട്നേഴ്സ് റിലേറ്റീവ്സ് കേട്ടോ. പാർട്ട്നേഴ്സ് റിലേറ്റീവ്സിന്റെ ആ ഒരു ലോൺ അല്ലെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് വാങ്ങിക്കുകയാണെങ്കിൽ അതും നമ്മൾ എന്താണ് ഒരു തേർഡ് പാർട്ടിയുടെ ആണ് എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി തന്നെയാണ് അല്ലെ അവർക്ക് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ ഫേം ഏതൊക്കെ തേർഡ് പാർട്ടിക്കാണോ കൊടുക്കാനുള്ളത് അവർക്കൊക്കെ കൊടുക്കുക. അത് ആരൊക്കെ വരും? ക്രെഡിറ്റേഴ്സ് വരും, ലോൺ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺസോ അഡ്വാൻസോ വാങ്ങിച്ചു എങ്കിൽ അതും തിരിച്ചു കൊടുക്കുക. അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫേമിന്റെ തേർഡ് പാർട്ടി ലൈബിലിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. തേർഡ് വൺ നോക്കുക, റീപേയ്മെന്റ് ഓഫ് ലോൺസ് ഫ്രം പാർട്ട്നേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞത് അതിനുശേഷം മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുക. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് തേർഡ് പാർട്ടി ലൈബിലിറ്റീസ് കൊടുക്കുക. മൂന്നാമത് ലോൺസ് ഫ്രം പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ലോൺ നമ്മുടെ ഫേം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുക. ദെൻ ഫോർത്ത് വൺ പറയുന്നു റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സ്. എന്താണ്? നാലാമത്തെ സ്റ്റേജിലാണ് ആർക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ തിരിച്ചു നൽകേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ക്യാപിറ്റൽ അല്ല കൊടുക്കുന്നത്, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നു, തേർഡ് പാർട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് ലോൺ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. അതിനും ശേഷമാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്? തിരിച്ച് റീപേ ചെയ്യുന്നത്. അപ്പം മറന്നു പോകരുത്, നമ്മൾ തെറ്റിക്കുന്ന ഒരു ഐറ്റം ആണ്. പാർട്ട്നേഴ്സിന്റെ ലോൺ ആണോ അതോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ആണോ ആദ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും എന്താണ്? ലോൺ ആണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനും ശേഷമാണ് എന്ത് കൊടുക്കേണ്ടത്? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യേണ്ടത്? റീപേ ചെയ്യേണ്ടത്. അതിനുശേഷം എനി സർപ്ലസ് ലെഫ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ് ഇൻ ദി റേഷ്യോ അറ്റ് വിച്ച് ദേ ഷെയർഡ് പ്രോഫിറ്റ്. ഇത്രയെല്ലാം നമ്മൾ ഈ 4 ഐറ്റം കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അസറ്റ് വിറ്റതിനകത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? നമ്മുടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അവരുടെ ഷെയർഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആർക്ക് കൊടുക്കാം? പാർട്ട്നേഴ്സിന് കൊടുക്കാം. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്, അല്ലാണ്ട് ക്യാപിറ്റൽ റേഷ്യോ അല്ല. അത് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? അസറ്റുകൾ വിറ്റ് കിട്ടിയ പൈസ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് തേർഡ് പാർട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. അവിടെ ആരൊക്കെ വരും എന്ന് ആലോചിക്കുക. അതിനുശേഷം പാർട്ട്നേഴ്സിന്റെ ലോൺ ക്ലോസ് ചെയ്യുന്നു. പിന്നീട് എന്താണ്? ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനകത്ത് റീപേയ്മെന്റ് നടത്തുന്നു. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസയെ ചെലവാക്കേണ്ടത്. അടുത്ത 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേമുകളാണ് ഫേംസ് ഡെറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ഡെറ്റ് ഓഫ് പാർട്ട്നേഴ്സും. ഫേംസ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേമിന്റെ ഡെറ്റുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഡെറ്റ്, പാർട്ട്നേഴ്സിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഫേമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ല, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡെറ്റുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ദ അസറ്റ് ഓഫ് ദി ഫേം ആർ ഫസ്റ്റ് യൂസ്ഡ് ടു പേ firm's debt and surplus if any shall be distributed to the partners which can be used to pay their private debt. എന്താണ് നമ്മൾ ആദ്യം പറയുന്നത്? അസറ്റ് ഓഫ് ദി ഫേം ആണ് അല്ലെ. ഫേമിന്റെ അസറ്റ് ആദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? ടു പേ ഫേംസ് ഡെറ്റ്. ഓക്കെ, അപ്പൊ ഫേമിന്റെ അസറ്റുകൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഫേമിന്റെ ഡെറ്റുകൾ എന്ത് ചെയ്യാനാണ്? കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കും? പാർട്ട്നേഴ്സിന് കൊടുക്കും. അതെന്ത് ചെയ്യാം? അവരുടെ പ്രൈവറ്റ് ഡെറ്റുകൾ എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഫേമിന്റെ അസറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഫേമിന്റെ അസറ്റ് ആദ്യം ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഫേമിന്റെ ഡെറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. ബാലൻസ് എന്തെങ്കിലും സർപ്ലസ് ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് അവരുടെ പ്രൈവറ്റ് ഡെറ്റ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത്രയാണ് നമുക്ക് ഫേം ഡെറ്റിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ഡെറ്റ് ഓഫ് പാർട്ട്നേഴ്സ് നോക്കാം. ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് പാർട്ട്നേഴ്സ്. എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് പാർട്ട്നേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഫേമിന്റെ ആണ് അല്ലെ, അസറ്റ് ഓഫ് ദി ഫേം ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നു പാർട്ട്നേഴ്സിന് എന്തെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് പേ ചെയ്യേണ്ടത് എന്താണ്? ഹിസ് പ്രൈവറ്റ് ഡെറ്റ്. അവരുടെ തന്നെ പ്രൈവറ്റ് ഡെറ്റ് ആണ് ആദ്യം ക്ലോസ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ can only be made available to pay the firm's debt. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കാം? ഫേംസ് ഡെറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ മറന്നു പോകരുത്,
ഫേമിന്റെ അസറ്റ് ആദ്യം ഉപയോഗിക്കേണ്ടത് ഫേമിന്റെ ഡെപ്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ എന്തെങ്കിലും അസറ്റുകൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആദ്യം ഉപയോഗിക്കേണ്ടത് എന്താണ്? അദ്ദേഹത്തിന്റെ തന്നെ പ്രൈവറ്റ് ഡെറ്റിനാണ്. എന്നിട്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം അല്ലെ. ഫേമിന്റെ അസറ്റുകളിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് ഫേമിന്റെ ഡെറ്റ് മീറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റ് ഡെറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഡെറ്റ് മീറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ ഫേം ഡെറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫേമിന്റെ ഡെറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ഡെറ്റ് ഓഫ് പാർട്ട്നേഴ്സും എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ആർക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്ന് ഓർത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.